ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊരു ചിക്കൻ മുളക് കറി ആയാലോ. അതിന് വേണ്ടി നമുക്ക് പാത്രം അടുപ്പത്ത് വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില എന്നിവയിട്ട് നല്ലോണം മൂപ്പിക്കുക. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ നല്ലോണം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നീട് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല, പിന്നീട് കുറച്ച് നല്ല മുളക് പൊടി. ഇതെല്ലാം ആവശ്യത്തിന് എല്ലാവരുടെ ആവശ്യാനുസരണം ഇട്ടാൽ മതി. ഇതിൻ്റെ അളവൊന്നും ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. പിന്നീട് കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, വേണമെങ്കിൽ നമുക്ക് കുറച്ച് ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ നല്ലോണം ഒന്ന് നല്ല മൂത്ത് നല്ലൊരു മണം മൂത്തൊരു നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി വാടാൻ വേണ്ടി കാത്തിരിക്കൊന്നും വേണ്ട. അതൊന്നും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം കോഴി മുളക് കറിയല്ലേ, ഇത്തിരി ചാറോട് കൂടി തന്നെ നമുക്ക് വേണം. അതിനുശേഷം നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ നല്ലോണം ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി നമുക്ക് ഇത് വേകാൻ വേണ്ടി കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ നല്ല മസാലയും എല്ലാം മൂത്തതിൽ നല്ലോണം മിക്സാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് നല്ലോണം തിളച്ച് വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഒരു പൊടിക്കൈ കൂടിയുണ്ട്, അതിലേക്ക് നമുക്ക് നല്ല പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീരകമില്ലേ, വലിയ ജീരകം, അതിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയാണിത്. ഇതോടുകൂടി നമ്മുടെ ചിക്കൻ മുളക് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ